ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 വർഷം കൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ വന്ന നരേന്ദ്രമോദി BJP സർക്കാരിൻ്റെ ഒറ്റ കഴിവുണ്ടാകുന്നത് അവർ ഖജനാവിൽ നിന്ന് 1 രൂപ എടുക്കാതെ നല്ല രീതിയിലുള്ള കാശ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വിവിധ പദ്ധതികളും തയ്യാറാക്കി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഇത് നേരെ കൊണ്ടുവന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെയും BJP സർക്കാരിൻ്റെ നല്ല സർക്കാരാണ്. ഒരു അഴിമതിയില്ല ഇതുവരെ. നമുക്ക് വേറെയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് പരിശോധിക്കാം, ഇവിടെ തന്നെ പരിശോധിക്കാം. അഴിമതിയിൽ കുറിച്ചിരിക്കുന്ന ഈ നാടിനെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, കൊടുക്കണേ, ഇത് കൊടുക്കണേ, വാർത്ത കൊടുക്കണേ. ഒരു വിൻഡോയിൽ കാണുന്ന ആ ഹെലികോപ്റ്റർ ഓണായ ആ വിഷ്വലാണ് നമുക്ക് ഏറ്റവും അടുത്ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ദൃശ്യം. അതാ ആ 3 ഹെലികോപ്റ്ററിൽ ഒരു ഹെലികോപ്റ്ററിലേക്ക് പ്രധാനമന്ത്രി, മറ്റു ഹെലികോപ്റ്ററിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായ, വികസനത്തിന് ഏറ്റവും വലിയ നാഴികക്കല്ലായ ആ രാജ്യത്തിൻ്റെ തന്നെ തുറമുഖം ഇതാ കേരളത്തിൻ്റെ മണ്ണിൽ, അനന്തപത്മനാഭൻ്റെ മണ്ണിൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറ്റവും അവസാനം അദ്ദേഹം നിർത്തിയതുപോലെ ജയ് കേരളം ജയ് ഭാരതം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ആ വിജയശ്രീലാളിതനായി കേരളവും വിജയശ്രീലാളിതമായി ഭാരതവും അങ്ങനെ വിജയക്കൊടി വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇതാ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിന്റെ തീരം വിടുന്നത്. ഈ കേരളത്തിന്റെ ഈ തീരത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ചരക്കു കപ്പലുകളാണ് ഈ തീരത്തേക്ക്, വിഴിഞ്ഞത്തിന്റെ കേരളത്തിന്റെ ഈ തീരത്തേക്ക് അടുക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി ഉയർത്തിക്കെട്ടിപ്പോകുന്ന ഈ വികസനത്തിന്റെ വിജയക്കൊടിക്കു കീഴിൽ ഓരോ രാജ്യത്തിൽ നിന്നും എത്തുന്ന ഓരോ മദർഷിപ്പുകളും ഓരോ കണ്ടെയ്നറുകളും എല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്, ഈ രാജ്യത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യം അഖണ്ഡമായി നിൽക്കുന്ന, അഖണ്ഡ ഭാരതമായി നിൽക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞത്തെ ഈ തുറമുഖം രാജ്യത്തിനായി സമർപ്പിച്ച്, ഈ നാടിനായി സമർപ്പിച്ച് രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം എണ്ണിയാണ് ഈ രാജ്യത്തെ സർക്കാർ, ഈ ഭാരത സർക്കാർ എന്തെല്ലാം വികസന പദ്ധതികളാണ്, ജനക്ഷേമ പദ്ധതികളാണ് നടത്തുന്നതെന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന, ഹൈവേ പദ്ധതികൾ, എയർപോർട്ട് പദ്ധതികൾ, അതുപോലെ തന്നെ സീപോർട്ട് പദ്ധതികൾ, കരൺ അദാനി ഗുജറാത്തിൽ നടത്തുന്ന എയർപോർട്ടിന്റെ കാര്യമടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളിലുള്ള പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗം പോലും ആ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന വികസനത്തെ ശരിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്പനിയുടെ സിഇഒയെ തൻ്റെ പാർട്ട്ണർ എന്ന് വിളിക്കാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് സാധിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ചടങ്ങ് ഒരുപാട് പേര് അസ്വസ്ഥരാക്കുമെന്ന രാഷ്ട്രീയം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ്, വികസനം പറഞ്ഞ്, നാടിൻ്റെ ഒത്തൊരുമയെ പറഞ്ഞ് നമ്മൾ ഇത് നേടിയെടുത്തു, ഇത് നമ്മുടെ വിജയമാണെന്ന് ഓരോ മലയാളിയെയും സാക്ഷി നിർത്തി ഈ വിഴിഞ്ഞ തീരത്ത് തിരമാലകൾ അടിച്ചുയരുന്നത് പോലെ ഈ തീരത്തേക്കെത്തിയ ഓരോ മലയാളിയുടെയും മുമ്പിൽ രാജ്യത്തിന്റെ പ്രധാന സേവകൻ, രാജ്യത്തിന്റെ വികസന നായകൻ പറഞ്ഞു വെച്ചത് നമ്മളെല്ലാവരും ഒന്നാണ്, ഇത് നമ്മുടെ സ്വപ്നമാണ്, ഇത് നമ്മൾ ഭാരതം അഖണ്ഡമായ ആത്മനിർഭർ ഭാരതത്തിലേക്ക് ഇരച്ചുകയറിയതിന്റെ തെളിവാണ് എന്ന്. ഈ രാജ്യത്തെ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും തകർന്നു പോകുന്നതല്ല ഈ രാജ്യം വികസനത്തിലേക്ക് മാത്രമായി കടന്നു പോകുകയാണ് എന്ന് രാജ്യത്തെ ജനങ്ങളെ നോക്കി അദ്ദേഹം അഭിസംബോധന ചെയ്താണ് കേരളത്തിന്റെ തീരത്ത് നിന്ന് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹം എണ്ണി പറയുന്നുണ്ടായിരുന്നു, സാഗർമാല പദ്ധതി പ്രകാരം കേരളത്തിലെ തീരത്തോടൊപ്പം കേരളത്തിലെയും രാജ്യത്തെയും തിരമാല ഈ വികസന പദ്ധതികളെല്ലാം തന്നെ അദ്ദേഹം എണ്ണി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വികസനത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ, കേരളത്തും ഒപ്പം ചേർത്തു നിർത്തുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിന്റെ വികസനവുമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ ആ ഹെലികോപ്റ്റർ വിഴിഞ്ഞം തീരത്ത് നിന്ന് പറന്നുയരുന്നുണ്ടാകും. അങ്ങനെ വിഴിഞ്ഞം തീരത്ത് നിന്ന് പറന്നുയരുന്ന ആ ഹെലികോപ്റ്റർ നേരെ പോവുക വിമാനത്താവളത്തിലേക്കായിരിക്കും. അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ രാജ്യത്തിന് നേരെ ഉണ്ടായ അക്രമങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഏതു തരത്തിലായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഷ ഏതു തരത്തിലായിരുന്നു നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഏറ്റവും നാഴികക്കല്ലായ, രാജ്യത്തെ ഏറ്റവും നാഴികക്കല്ലായ ഈ രാജ്യത്തിന്റെ വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ, ആ വികസന പദ്ധതിക്ക് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാൻ, ആ വികസന പദ്ധതിക്ക് പച്ചക്കൊടി വീശി രാജ്യത്തിന്റെ മൂവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച് വികസനത്തിന്റെ തേരിലേറി ഇതാ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തിന്റെ തേര് വിടുകയാണ്. വിഴിഞ്ഞത്തിൽ നിന്നും അതാ പ്രധാനമന്ത്രി അടക്കമുള്ള ആ പ്രധാനമന്ത്രിയുടെ വ്യൂഹം അതാ ഹെലികോപ്റ്റർ പറന്നുയരുന്ന ദൃശ്യം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്.
കേരളത്തിനോടൊപ്പമാണ് ഭാരതം, ഭാരതത്തിന്റെ ഒപ്പമാണ് കേരളം, ഭാരതത്തിനൊപ്പം ചേർത്തു പിടിക്കുന്ന സംസ്ഥാനമാണ് കേരളം, ഭാരതവും കേരളവും ഒന്നാണ് എന്ന ആ സംതൃപ്തിയും ആ വാക്കുകളും രാജ്യത്തിന്റെ പ്രധാന സേവകൻ അടിവറയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് രാജ്യത്തെ ഏറ്റവും വലിയ വികസന പദ്ധതി, രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ വികസന പദ്ധതി രാജ്യത്തിനു വേണ്ടി ഇതാ രാജ്യത്തിന്റെ പ്രധാന സേവകൻ സമർപ്പിച്ച് രാജ്യത്തെ മുഴുവൻ ജനതയോടും ഈ രാജ്യം ആത്മനിർഭർ ഭാരതത്തിലേക്ക് ഇരച്ചു കയറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരള തീരത്ത് വികസനത്തിന്റെ കപ്പലിന്റെ ആ അരികിലൂടെ അതാ ഹെലികോപ്റ്ററിലായി ആ രാജ്യത്തിന്റെ പ്രധാന സേവകൻ പറന്നുയരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതം ഇത് അഖണ്ഡ ഭാരതമായി മാറുന്നുണ്ട്. ഈ ഭാരതം ഭരം വൈഭവത്തിലേക്ക് ഉദിച്ചുയരുന്ന കാഴ്ച നമുക്കിവിടെ കാണുന്നുണ്ട്. വികസനവും വികാസവും എല്ലാം തന്നെ ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തെ വികസനത്തെ മാത്രമാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ പറന്നുയർന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഹെലികോപ്റ്ററുകളിലായി ഒരു ഹെലികോപ്റ്ററിൽ പ്രധാന സേവകനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും അദ്ദേഹത്തിന്റെ മറ്റു ഹെലികോപ്റ്ററുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇനി ഡൽഹിയിലേക്ക് പോകുക. ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെത്തി കേരളത്തിന്റെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ച് അദ്ദേഹം പോകുന്നതിന് രാജ്യ തലസ്ഥാനത്തേക്കാണ്. അവിടെയാണ് ഇനി അദ്ദേഹം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം രാഷ്ട്രീയമായി പറയുമ്പോൾ പോലും അദ്ദേഹം കൃത്യമായി രാജ്യത്തിന്റെ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, കിസാൻ സമ്മാന നിധിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, ആ സാഗർമാല പദ്ധതിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള മത്സ്യയോജനയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആപൽ ബന്ധങ്ങളായിട്ടുള്ള എല്ലാ സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങളെ പറ്റിയും പ്രധാനമന്ത്രി പ്രസംഗത്തിലുടനീളം പറയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ലോകത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച യശശരീയനായിട്ടുള്ള മാർപ്പാപ്പയെ കൂടി അദ്ദേഹം അനുസ്മരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ കാവലാളായി അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അനുസ്മരണം അറിയിക്കാൻ രാജ്യത്തിന്റെ പ്രഥമ പൗരയെ ഇന്ത്യൻ പ്രസിഡന്റിനെ അവിടത്തേക്ക് അയച്ചു. കേരളത്തിൽ നിന്നുള്ള ഒരു ടിൻഡുദാസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുന്നിലാണ്, അതായത് പ്രധാന കവാടത്തിന് മുന്നിലാണ്. ഇപ്പോൾ പ്രവർത്തകരിൽ, അതായത് തുറമുഖം കാണാനും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന പരിപാടി, കമ്മീഷനിങ് ഉദ്ഘാടന പരിപാടി കാണാനുള്ളവർ തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലൊരു ആവേശമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? നല്ലതായിരുന്നു. നരേന്ദ്രമോദി കണ്ടു. നല്ല പരിപാടിയായിരുന്നു. കാണാൻ നല്ല ഇതായിരുന്നു. നമ്മൾ വളരെ ദൂരം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാണ് ഇത് കണ്ട് നല്ല കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരെണ്ണം വന്ന് ഏറ്റവും സന്തോഷം. എല്ലാം കണ്ടു. കൊള്ളാം. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് തരുന്നത്. നല്ല രീതിയിലുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. തുറമുഖമൊക്കെ കാണാനുള്ള അവർക്കൊരു അവസരമാണ്. കാരണം ജില്ലയിലുള്ള, അതായത് തിരുവനന്തപുരം ജില്ലയിലെ അങ്ങും ഇങ്ങുമുള്ള, അതായത് വടക്കു നിന്നും തെക്കു നിന്നുമുള്ള ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വലിയ രീതിയിലുള്ള സന്തോഷത്തിലും ആഘോഷത്തിലുമാണ് തിരികെ പോകുന്നത്. ഈ രാജ്യത്തിന് അഭിമാനമായൊരു പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമാകാൻ ഉദ്ഘാടന ദിവസമെങ്കിലും കമ്മീഷൻ ദിവസമെങ്കിലും ആ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് അവരുടെ മുഖത്തുള്ളത്. വളരെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും അതോടൊപ്പം തന്നെ ഈ തുറമുഖം കാണാനും തുറമുഖത്തിന്റെ കമ്മീഷനിങ് പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചതുള്ള സന്തോഷമാണ് അവരുടെ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാണ്ട് 3-4 മണിക്കൂറുകളായിട്ട് വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഏതാണ്ട് 10,000 പേർക്കാണ് ഇവിടെ കമ്മീഷനിങ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം, അല്ലെങ്കിൽ അത്രയും പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് ഒഴുകിയെത്തിയ ജനങ്ങൾ അവരതുപോലെ വളരെ സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കും. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? സൂപ്പറായിരുന്നു. നമുക്ക് ഇനിയിപ്പോ തുറമുഖം എന്താണ് കാണാൻ പറ്റുന്നത്? ഇനി പറ്റൂല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വെയിലെല്ലാം സഹിച്ച് വന്നത് കൊണ്ട്
ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് ഇനിയൊരു ദിവസം ഇത്തരത്തിൽ വളരെ വിശാലതയോടുകൂടി പൊതുജനങ്ങൾക്ക് ഈ തുറമുഖം തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ രീതിയിൽ, അതായത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇത്തരത്തിൽ തുറമുഖം കാണാനുള്ള സൗകര്യം കൂടിയാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കുറച്ച് സമയം മാത്രമാണ് സംസാരിച്ചത്. നമുക്കറിയാം മറ്റ് അതായത് ഈ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായ രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം സംസാരിച്ചത് വളരെ നയപരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. വളരെ ഭംഗിയായിട്ട് പൊതുജനത്തെ അഭിസംബോധന ചെയ്തു. ശ്രീ പത്മനാഭ സ്വാമിയുടെ മണ്ണിൽ ഒരു ദിവസം കൂടി വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് അദ്ദേഹം അറിയിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിസംബോധന ആരംഭിക്കുന്നത്. അതിനുശേഷം പദ്ധതിയെക്കുറിച്ചും പദ്ധതിയുടെ നേട്ടങ്ങളെക്കുറിച്ചും അത് ഈ കേരളത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 10,000-ത്തിനടുത്ത ആളുകൾ ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ തുറമുഖവും കാണാനും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരല്ലേ, നല്ല പരിപാടിയല്ലേ, മോളിയുടെ പരിപാടിയല്ലേ, നല്ല പരിപാടി. ഇങ്ങനെ തുറമുഖമൊക്കെ കണ്ടോ? എല്ലാം കണ്ട് നന്നായിരിക്കും. സംസാരിച്ചൊക്കെ മനസ്സിലായി. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഗംഭീര പരിപാടി എന്ന് തന്നെയാണ് ഓരോരുത്തർ ഇവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ജനങ്ങളുടെയും മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പൊതുജനം പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പ്രധാനമന്ത്രിയുടെ പേര് ആരൊക്കെ എടുത്തു പറഞ്ഞുവോ ആ സമയത്തൊക്കെയും സദസ്സിൽ നിന്ന് ഉറക്കെ കേട്ടത് ജയ്വിളികളായിരുന്നു, കയ്യടിയായിരുന്നു, കരഘോഷം എന്നതിനപ്പുറം ആർപ്പുവിളി നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിൻ്റെ പൊതുവായ പ്രതികരണം എന്തെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.